എങ്ങനെയുണ്ട്? ഇതെന്ത് പാടിയത്? ലവ്. എന്ത് ലവ് ബുക്കിൽ വരച്ച് വെച്ചേക്കുന്നത്? അതിനെന്ത്? നീ എന്ത് എഴുതി വെച്ചേക്കുന്നത്? ഞാനും അമ്മയും കൂടെ ഉള്ളൊരു ഇതിന്റെ. അല്ലല്ലല്ല, എന്തുവാ ഇത്? ലവ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന്. അതെന്താ വെച്ചാ എന്താ? എന്നുവെച്ചാ സ്നേഹം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തില് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു എന്താ പറയുക ഭാഷ അല്ലേ? അങ്ങനെ എല്ലാവർക്കും നീ അറിയിച്ചു കൊടുക്കണ്ട സ്നേഹം കേട്ടോ. അമ്മയ്ക്ക് എന്തുവാ അമ്മ ഞാനും തമ്മിൽ എന്തുവാ സ്നേഹമല്ലേ? അത് ലവ് അല്ലേ? അതാണ് ഈ കുഴപ്പമില്ല. എപ്പോ ഒരു പാട്ടും പാടാതെ ഞാൻ ചുമ്മാ ഒരു പാരഡി പാടി എന്നുള്ളത്. അതെ, എന്നെ കണ്ടിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ എല്ലാ ദിവസത്തെയും പോലെ. എടി അങ്ങനെയല്ല, എന്റെ സ്വഭാവം ഇപ്പോ എങ്ങനെ എന്ത് തോന്നുന്നു? സ്വഭാവം പണിക്ക് പോകാതിരിക്കുക, എന്നും പോയി എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുക, എൻ്റെ അരിക്കലത്തിൽ കൈയിട്ട് തരിക, കനകനോട് ഗുസ്തി പിടിക്കുക, ഇതൊക്കെ തന്നെ. കഴിഞ്ഞോ? നല്ലതായിട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഒരു നല്ല കാര്യം കൂടെ പറ, ഒരെണ്ണം കേൾക്കാൻ മനസ്സിനൊരു ആഗ്രഹം കൊണ്ടാ. നല്ലപോലെയുള്ള കാര്യം, നല്ലപോലെ കള്ളം പറയും, നല്ലപോലെ ആൾക്കാരെ പറ്റിക്കും, നല്ലപോലെ തിന്നും, നല്ലപോലെ ഉറങ്ങും, എന്തെല്ലാം കാര്യങ്ങൾ മതി. അയ്യോ, ഭർത്താവിനെ പറ്റി ഭാര്യ വർണ്ണിക്കുന്നത് എന്റെ വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തുവാ എന്താ ചോദിച്ചാ? അമ്മ മിക്കവാറും ഡാഡി വീണ്ടും ഏതാ പുതിയ പൊട്ടാത്ത പടക്കം കൊണ്ട് വന്നേക്കണം. അമ്മ സൂക്ഷിച്ചോ. മതിയടി, ചെറിയ വായിൽ വലിയ വർത്താനം. അങ്ങോട്ട് എഴുതാനും പഠിക്കാനുള്ളത് പഠിക്കും ഇങ്ങോട്ട്. അവള് സ്നേഹത്തിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുക. വിരിഞ്ഞില്ല അവള്, വലിയ വർത്താനം ഒന്നുമില്ല. ഞാനേ പല പല പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പല പല ബിസിനസ്സുകളും പല സംഭവങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ആസൂത്രണം ചെയ്തിരുന്നല്ലോ. അതെല്ലാം പൊട്ടിയിട്ടുണ്ടല്ലോ. അത് പൊട്ടിയതിന്റെ കാരണങ്ങളും ഉണ്ട്. അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞു പോകരുതേ. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. നമ്മുടെ ഈ ജംഗ്ഷനിൽ രാവിലെ 8 മണിക്ക് ഉദ്ഘാടകൻ പ്രമുഖനായ ക്ലീറ്റോ തന്നെ നാട മുറിച്ച് കയറും. അമ്മയും മോളെയും ഞാൻ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുന്നു. എന്തോന്ന് എന്നൊന്നും ചോദിക്കരുത്. ലക്ഷങ്ങളുടെ പരിപാടിയാണ് ക്ലീറ്റോ ചെയ്യാൻ പോണത്. നാളെ മുതൽ ലക്ഷങ്ങളിങ്ങനെ ക്ലീറ്റോയുടെ കയ്യിലൂടെ വന്ന് മറിയാൻ പോവുകയാണ്. അപ്പോൾ 8 മണിക്ക് ഉദ്ഘാടനത്തിന് രണ്ടുപേരും എത്തിക്കണം കേട്ടോ. അത് സർപ്രൈസാണ് മോളെ. അതൊക്കെ നാളെ വന്നിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കിയാൽ മതി. അതങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞ് പലതും ചെയ്താണ് എല്ലാം കുളമായത്. ഇതിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആലോചിച്ച് തീരുമാനമെടുത്തൊരു ഉഗ്ര സംഭവം. അത് വിജയിപ്പിക്കാൻ എനിക്കറിയാം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് ഞാനൊരു പരുവായി. ഈ ബിസിനസ്സെങ്കിലും നല്ലപോലെ കൊണ്ടു നടത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കും. എന്തുവാ അത് പറയാൻ പറ്റില്ല. നാളെ അവിടെ വരുമ്പം മനസ്സിലാക്കിയാൽ മതി. സർപ്രൈസ് അല്ല, നിങ്ങൾ എന്താ തുടങ്ങണേന്ന് ഞങ്ങൾ അറിയണ്ടേ? അപ്പൊ നാളെ അവരൊന്ന് ക്ഷമിച്ചോ പോരെ, അവിടെ വരുമ്പോ അറിയാലോ. സർപ്രൈസ് വേണ്ട ഡാഡി. എന്തായിരിക്കും? കാറിന്റെ ബിസിനസ് ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കാറ് വാങ്ങണ്ടേ? അതിന്റെ ഡാഡിയുടെ ലക്ഷങ്ങള്. ദൈവം വല്ല കള്ളക്കടത്തും ചെയ്യൂ? കള്ളക്കടത്താണ് ഉദ്ഘാടനം ചെയ്യാൻ പോണ. കള്ളക്കടത്ത് കട ഓടി. നിന്റെ ഡാഡി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്തോ അമ്മയോട് കൂടെ എന്താ പറഞ്ഞേ? അല്ല, ഈ ലക്ഷങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കയ്യിൽ ലക്ഷങ്ങൾ ഇല്ലല്ലോ. നമ്മുടെ കയ്യിൽ 10,000 ഈ 10,000 കൂടി വരുമ്പോ ലക്ഷങ്ങളാവും. എന്തിനു പറയാൻ പറയിട്ടോ? ഇപ്പൊ ഒന്നും പറയാനില്ല. നാളെ വരുമ്പോ നേരിൽ കാണാം. ഞാന് ഒന്ന് കക്കൂസി പോയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തോ ആയിരിക്കും. ക്ലീറ്റോ നേരത്തെ പറഞ്ഞേ. പിറകെന്ന് വിളിക്കല്ലേന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞിട്ട് പോവും. എന്തിന്? എന്തോ ക്ലീറ്റോ അവനോടൊന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? എടി, ഇതിനു മുമ്പുള്ള എല്ലാ പദ്ധതിയും അവനും കൂടെ ആലോചിച്ച് തുടങ്ങിയാണല്ലോ. അതെല്ലാം പൊളിയുകയും ചെയ്തു. വേണ്ടെന്ന് അറിഞ്ഞോ വന്നോട്ടെ. അറിഞ്ഞു വരുമോ നോക്കണമല്ലോ. നിങ്ങൾ പോയി പറഞ്ഞേ, അതൊരു മര്യാദ. അതുകൊണ്ട് മതിക്കരുത്. ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോവാ. പെണ്ണുങ്ങളെ സ്വഭാവമാണ്. അപ്പം ഇനി പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പരാതിയും പറഞ്ഞുകൊണ്ട് നടക്കും. മനുഷ്യനെ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പദ്ധതി. അളയാ ഇതൊന്നും മറക്കില്ലേ?
ആ ഒന്ന് വന്നിട്ട് പോവോ? എന്താ എന്താടാ ഏട്ടാ ആ വന്നേടാ. എന്തുറ്റി? കുളിക്കുന്ന ഇല്ല. ഇല്ല ഇന്ന് പോണ്ടേ? ഓ പോണം. അപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങണതിന് മുമ്പ് ഒരു 1/2 മണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് ചിലവാക്കിയിട്ട് പോകും. എന്താണ് കാര്യം? ഒന്നുമില്ല, ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ പദ്ധതി താഴെ ജംഗ്ഷനിൽ നമ്മളിന്ന് തുടങ്ങണം. ആര്? അൻസാറാ? അൻസാർ തുടങ്ങണേ നിന്നെ ഒന്ന് അറിയിക്കേണ്ട കാര്യമുണ്ട്. എടേ ഞാൻ ഈ പാവപ്പെട്ടായി. അടുത്ത ആഴ്ച സമയമൊക്കെ നോക്കിയോ? നിനക്ക് കേൾവി കുറവാണ്. എടേ ഇന്ന് ഇതാ ഇപ്പോൾ 1/2 മണിക്കൂർ കഴിയുമ്പോൾ സംഭവം ഉദ്ഘാടനമാണ്. കൊള്ളാം. എന്നിട്ട് ഇപ്പോഴാണ് പറയണത്? ജമന്തി, പല പരിപാടികളും ഞാൻ ഇങ്ങനെ ഇവിടെ ഉള്ള പലരുമായിട്ടും ചർച്ച ചെയ്ത് 4 പേര് 400 അഭിപ്രായവും പറഞ്ഞ് എൻ്റെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞു. അതുകൊണ്ട് ഇത് ഞാൻ ഒരു മനുഷ്യൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാൻ പോയില്ല. എല്ലാം എൻ്റെ ഇഷ്ടത്തിന് തന്നെ കാര്യങ്ങൾ. ഞാൻ ഒരു പാർട്ടി നടത്തിക്കണമാണല്ലേ, ഞാൻ വിചാരിച്ച ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആരും അഭിപ്രായമില്ല. അപ്പോൾ എല്ലാവരും വന്നൊന്ന് സഹകരിക്കണം. ഈ കൊച്ചിനെ കൂട്ടിക്കോണം. ഇത് എവിടെയാണ് സംഭവം? ഇത് താഴെ SK ആശുപത്രിയിലെടുത്ത് വരുമല്ലോ. എന്ത് ബിസിനസ്? ബിസിനസ് എന്തോ ആയിക്കോട്ടെ, ഞാനല്ലേ ചെയ്യണത്. നീ വാടേ അവിടെ വന്ന് കാണാൻ പോണതിനെ കുറിച്ച് ഇനി പറഞ്ഞറിയിക്കണം. ഉദ്ഘാടനമായിട്ടൊക്കെ ഉണ്ടോ? ഉദ്ഘാടകൻ ഈ പ്രമുഖൻ തന്നെയാണ്. ഞാൻ തന്നെ നാളെ പുറത്തേക്ക് കയറും. അവിടെ വരുമ്പോഴേ ബലൂണൊക്കെ കെട്ടിയിട്ട് ഭയങ്കര സെറ്റപ്പിൽ ആളും ബഹളം ഒരു ഓളമൊക്കെ ആയിട്ട് അവിടെ ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ടാവും. വന്നാൽ അറിയാൻ പറ്റും. നീ വന്നാൽ മതി കേട്ടാ. കൊച്ചിന് സമയത്ത് വരണേ. ഓക്കെ മതി. ഇതെന്ത് പരിപാടിയാണ്? എടി എന്ത് പരിപാടി? നിന്നോടിപ്പോ എന്താ പറഞ്ഞു? അത് നീ കേട്ടില്ലേ? അങ്ങനെ എന്നോടൊന്നും പറഞ്ഞിട്ടുള്ളൂ. എന്തോ ഒരു സംരംഭം. ഓ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. സസ്പെൻസ്. നന്നായാ മതിയായിരുന്നു. ഈ SK ഹോസ്പിറ്റൽ കഴിഞ്ഞില്ലേടി? ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഈ റൗണ്ട് അല്ലേ? മകളെ വാ ഒരുമിച്ചാ കൈവിട്ട് പോയല്ലേ? എന്ത് സംഭവം? ഡാൻസ് കളി ബാക്കി ഓഫീസിനെ പോയിട്ട് വന്നതാണ്. അടിപൊളി കളിയാ. മക്കളെ വായിക്കത് വായിച്ചേ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഉടനെ തന്നെ സംഭവം. എന്തായാലും അളിയെ സമ്മതിച്ചു കേട്ടോ. ആരോടും പറയാതെ ഒരു ദിവസം കൊണ്ട് ഇത്തിരി വലിയ സംഭവം ആക്കി എടുത്തല്ലോ അളിയൻ. ഇത് ഇത് വേണ്ട, നമ്മുടെ സുഹൃത്ത് അലക്സ് അമേരിക്കയിലേക്ക് ആയിരുന്നു, ഇപ്പൊ ഇവിടെ ഉണ്ട്. പുള്ളിയുടെ ബിൽഡിങ്ങാ. പിന്നെ വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്നത് ഞങ്ങളങ്ങനെ ആലോചിച്ചപ്പോൾ എന്നോട് പറഞ്ഞു തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് തുടങ്ങാന്ന് വെച്ചു. പിന്നെ നല്ല ഏരിയ ആണ് ഇവിടെ. കൊള്ളാല്ലേ, നല്ല ആള് വരുന്ന സ്ഥലം. ശരിക്കും ഇവിടെ അപ്പുറത്ത് ചായക്കട ചായ കുടിക്കാർ, അവിടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പറഞ്ഞ പിള്ളേർ എല്ലാവരും ഉണ്ട്. ഒരുപാട് കച്ചവടക്കാർ അത് കൊള്ളാം, ഏരിയ കൊള്ളാം, നല്ല ഏരിയ. പക്ഷെ പിന്നെ ഇവിടെ മുറിക്കാം പരിപാടി. വേറെ ആരും പറയല്ലേ അവരൊക്കെ വരാനുണ്ടോ മുറിക്കാനായിട്ട്? ഉദ്ഘാടനം ഞാനും എൻ്റെ മോളും ഈ മോളും ഞങ്ങൾ ഒരുമിച്ച് ഉദ്ഘാടനം. കൊണ്ടുപോയാ മറ്റു സാധനം പ്രാർത്ഥിക്കലൊക്കെ രാവിലെ കഴിഞ്ഞ് ഞാൻ പള്ളിയിലൊക്കെ പോയിട്ടില്ലടി വന്ന്. എല്ലാരും കൂടെ അടിപൊളിയായിട്ട് ഇത് മുറിക്കൊരു കത്രിയുണ്ടോ? പിടിച്ച മക്കളെ പിടിച്ചോളി മക്കളെ എല്ലാരും എല്ലാരും ഉണ്ടല്ലോ അല്ലേ? മുറിക്കട്ടെ, എല്ലാവരുടെ അനുവാദത്തോടു കൂടി മുറിക്കുകയാണ് കേട്ടാ. മക്കളെ വലതേലച്ച് കയറണേ, എല്ലാരും വലതേലച്ച് കയറണേ. നന്നായിരുന്നല്ലേ? മുട്ടായി കൊടുക്ക എല്ലാവരും. ആ സൈഡിൽ ഒരു കട പോയി അതെ ഉദ്ഘാടനം ചെയ്തപ്പോ ക്ലീറ്റോ ചേട്ടൻ എന്നാ കരഞ്ഞത്? അതെന്നറിയാമോ? അവന്റെ ജീവിതത്തിൽ അവൻ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതല്ലേ, അവന്റെ സങ്കടം ഒന്ന് കരുത്. രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് അവസരം കിട്ടുന്നില്ല.
ഇത് സ്വന്തം കടയിലൊക്കെയാണ് വരണം മക്കള് കഴിച്ചാ ഓ അങ്ങനെ നിറ വെച്ചിരിക്കല്ലേ കാരുണ്യ വെക്കേണ്ടത് കാരുണ്യ വെക്കേണ്ടത് അക്ഷയ വെക്കല്ലേ ആ ശ്രീ ശക്തി എടുത്ത് ഇപ്പുറത്ത് വെക്ക് എന്ന് കാണിക്കണേ മക്കളെല്ലാരും കൊടുക്കും അവിടെ എല്ലാരും കൊടുക്കും കിട്ടി മക്കള് കഴിച്ചാ വാ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് പോയി പിന്നെ തിന്നെ എല്ലാവർക്കും കൊടുക്കല കാരണം അപ്പുറത്തേക്ക് അങ്കിളിനെ കൊടുക്ക് ഇതേണ്ട അപ്പൂപ്പന് കൊടുക്ക് കണ്ടാ ഉദയൻ അങ്കിൾ ആണ് അപ്പുറത്തേക്ക് വേണ്ട അല്ലെ അവിടുത്തെ കാര്യം നടക്കട്ടെ എന്തെങ്കിലും സഹായം വേണോ നീ വിളിച്ചോ അല്ലയാ നല്ല രസമുണ്ട് ഞാൻ അവളുടെ പറഞ്ഞത് സന്തോഷം അടിപൊളിയാണ് ഞാൻ പറഞ്ഞില്ലേ വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏരിയ ഇഷ്ടമായി നല്ല സെന്റർ നല്ല ഐശ്വര്യമുള്ള പേര് എല്ലാം കൊണ്ടല്ലേ എല്ലാം നല്ല രസമായിരുന്നു പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ ആ നിൽക്കുന്ന വേട്ടാളിയന്മാരെ ഇങ്ങോട്ട് അടുപ്പിക്കരുത് അവന്മാരുണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്കാം ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ് ഇതിന് എരണക്കേട് വരുത്ത മരണം നിന്റെ കൂടെ നടക്കണമല്ലോ അവന്മാരെ മുന്നിലൂടെ ഇറക്കി വിടണം എന്നാൽ ഇത് ഐശ്വര്യത്തോടെ പോകും അളിയൻ ടിക്കറ്റ് ഒന്നും എടുക്കില്ലേ ഞാൻ വരാളിയാ ഐശ്വര്യമുള്ള ഒരു ദിവസം എന്ന് എടുത്തോളാം ആയിക്കോട്ടെ മകളെ ഒരു മിഠായിക്കല്ലേ ആൾക്കാർക്ക് കൊടുക്കാനാ മിഠായിയൊക്കെ നമ്മൾ 2 എണ്ണം എടുത്താൽ മതി പറയിപ്പിക്കാതെ ഓരോന്ന് കൃത്യമായിട്ട് ചെയ്യടേ എങ്ങനെ പറയാതിരിക്കും എന്തമ്മാ ഡാഡി വരാത്ത? ഡാഡി വരും. ഡാഡി വരാന്ന് പറഞ്ഞാൽ കട പൂട്ടണ്ടേ? കട പൂട്ടിയിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഇത്രയും സമയോ? എത്ര മണിയായി? എന്താ ഡാഡി വന്നിട്ട് എന്താ അത്യാവശ്യമുള്ള തോന്നുന്നു. അയ്യോ, ഇവിടെ നല്ല ഡാഡി പോയത്. പക്ഷെ ഡാഡിയായിട്ട് ഈ സമയത്തൊക്കെ നമ്മൾ കളിക്കണായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ നിനക്ക് കളിക്കാൻ വേണ്ടിട്ട് ഡാഡിനോട് പോകണ്ടെന്ന് പറയാം. നറുക്കെടുപ്പ് നാളെയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. ഒരു പക്ഷേ നാളത്തെ ഭാഗ്യമാണ് നിങ്ങളൊക്കെ കടന്നു വരും, മുന്നോട്ട് വരും. നറുക്കെടുപ്പ് നാളെ പിടിച്ചോളൂ. കുറെ സാധനങ്ങൾ. പച്ചക്കറി അയ്യോ, ഇത് കച്ചവടം അടിപൊളി. ആ, ഈ ഭാഗ്യം പരീക്ഷിക്കാത്തവരായിട്ട് ആരും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ പഞ്ചായത്തിൽ. ആ, എല്ലാവരും വന്ന് എടുക്കുക. കുറേ പേർക്ക് അടിച്ചടി 500, 1000. മറ്റേ ആ പൊടിയന് 1000 രൂപ അടിച്ചു. മറ്റേ 5 പറയിലെ പൊടിയൻ വണ്ടി സെയിൽ ടാക്സ് വണ്ടി ഓടിക്കണല്ലേ, അവന് 1000 രൂപ അടിച്ചു. പിന്നെ 500 അടിക്കണം, 100, അങ്ങനെ പലർക്കും പല രീതിയിലും അടിക്കുന്നുണ്ട് പ്രൈസ്. നാളെ കുറച്ച് ടിക്കറ്റ് കൂടുതൽ എടുക്കണം. പോവും, സുഖമായിട്ട് കച്ചവടം നടക്കും. പിന്നെ നമുക്കറിയാം നല്ല സ്ഥലമാട്ടോ. പക്ഷേ ഒരു ശല്യമില്ല. പക്ഷേ രാവിലെ ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്, രാവിലെ 6 മണിക്ക് തുറക്കണമെന്ന്. കാരണം പണിക്ക് പോകുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കണമെന്ന് കുറേ പേര്. പിന്നെ അത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്ന കുറേ പേര്. എല്ലാവരെയും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു പിന്നെ അൻസാറൊക്കെ വരാതെ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു 2 ടിക്കറ്റ് വെച്ച് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഒരു ഇതിലേക്ക് പാർട്ടി ഫണ്ടിൽ നിന്ന് ഒരു ചെറിയ തുക എടുത്ത് ആഴ്ചയിൽ ഒരു 5 ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. നാളെ ഒരു 10 രൂപയ്ക്ക് എനിക്കൊരു ടിക്കറ്റ് എടുത്തു. 10 രൂപ ടിക്കറ്റ് ഇല്ല മോളെ, ഏറ്റവും കുറഞ്ഞത് 30 രൂപ ടിക്കറ്റാണ്. പിന്നെ വേറെ കാര്യമുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയെന്നേ, വേറെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ട് കട ഒന്നുകൂടെ ഒന്ന് മോടി പിടിപ്പിച്ചാലോന്ന്. കുറച്ച് അല്ലറ ചില്ലറ മുട്ടായി സാധനങ്ങൾ അത് ഇതും. കഴിഞ്ഞിട്ട് മതി. അല്ല, ഈ വരുന്നവർ തന്നെ ഇപ്പോൾ ലോട്ടറി എടുക്കാൻ നിൽക്കുന്ന ഒരു വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ അവരിന് അടുത്ത കടയിൽ പോകണ്ടല്ലോ, നമ്മളെ കടയിൽ നിന്ന് കുടിച്ചൂടെ? അതൊന്നും വേണ്ട, അതൊന്നും അതിൻ്റെ ഇടയ്ക്ക് വെക്കാൻ പറ്റില്ല. എന്റെ പൊന്ന് ക്ലീറ്റോ ഇരുന്നിട്ട് കാര്യം നിട്ടാ നിങ്ങൾ വന്നേ. അതൊക്കെ എല്ലാം നടക്കൂടി, നിന്റെ പ്രാർത്ഥനയും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ. തട്ടിയിടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, തങ്കം. ഓ, പിന്നെ മറ്റേ സുധാകരൻ വരുമ്പോൾ നിന്റെ അരിക്കലത്തിനകത്ത് ഒരു 1000 രൂപ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 500 രൂപ സുധാകരന് കൊടുക്കണം, 500 രൂപ നീ എടുത്തോ. നീ ചിട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ല, അത് കൊടുത്തോ. ഇപ്പൊ അളിയാ എന്ത് പറയാ, ഇപ്പൊ രാവിലെ 5 മണിക്ക് തുറക്കുമെന്ന് ചോദിച്ചിട്ടാ വിളിക്കണത് കട.
ഭാഗ്യവാന്മാരെ ആഹാ. ആ പതിവുകാർ കുറെ പേരുണ്ട്. അവര് ടിക്കറ്റ് എടുത്തിട്ട് ജോലിക്ക് പോകുള്ളേ. ഭയങ്കര വിശ്വാസമാണ് ഇപ്പൊ നമ്മളെ കട. കാരണം ഇടയ്ക്ക് പിന്നെ 500-1000 ഒക്കെ വെച്ച് അടിക്കുന്നുണ്ട്. അപ്പൊ അത് കേട്ട് വെളിയിൽ ഇങ്ങനെ ഒരു പബ്ലിസിറ്റി ഉണ്ട്. നമ്മുടെ തക്കളി ലക്കി സെന്ററിന്റെ പേര് അന്വർത്ഥമാക്കുന്ന ഭാഗ്യം ഉള്ള കടയാണ്. ദൂരെന്നൊക്കെ പറഞ്ഞുണ്ട് ഇപ്പൊ. ആ ശരി, വെളിയിൽ നിന്ന് ആള് വരുന്നുണ്ടോ? നീ ടിക്കറ്റ് എടുക്കാറില്ലേ? എനിക്കങ്ങനെ ശീലമില്ല. തുടങ്ങിയോണ്ട് കുറച്ച് ടിക്കറ്റ് എടുക്കാൻ വരുന്നത്. ആ വന്നെട്. ഭാഗ്യം ഏത് വഴിക്ക് കൂടെയാണ് പറഞ്ഞതെന്ന് പറയാം. ചിലപ്പം ഈ അളിയൻ വഴി ആണെങ്കിലോ ഭാഗ്യം. അതെ, അളിയൻ വഴിയാണെങ്കിൽ ഉറപ്പായിട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അടിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജനങ്ങൾ നന്നാവണം. ജനങ്ങളെല്ലാവരും രക്ഷപ്പെടണം. എല്ലാവർക്കും അടിക്കണം. നാട്ടുകാർ രക്ഷപ്പെടണം, ഒപ്പം നമ്മളും രക്ഷപ്പെടണം. അളിയ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക, നമുക്കുള്ള ഫലം കർത്താവ് തരും. അത്ര ഞാൻ കണ്ടിട്ടുള്ളൂ. അതിപ്പോൾ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെ, ജനങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള. അല്ലടി ഇറങ്ങണേ. വരാം. ആ എത്ര നാളത്തേക്കടി? ഇനി അത് പറഞ്ഞത് ഇപ്പൊ തന്നെ അങ്ങ് പൂട്ടിച്ചോ. ഓ പിന്നെ ഞാൻ പറഞ്ഞ പൂട്ടായിരിക്കില്ലേ? ആ, ഒരാൾ ഒരു കാര്യത്തിന് പോകുമ്പോഴത്തേനും ഇനി എത്ര നാളത്തേക്ക് ആടിയെന്നാണോ ചോദിക്കേണ്ടത്? ഇത് ഞാൻ സ്ഥിരം കാണുന്നതാണ്. ഓരോ തുടങ്ങും, ഭയങ്കര ഉത്സാഹമാണ്. ആരംഭശൂരത്വം എന്ന് പറയുന്നത്. ആ, ഇതാ കുഴപ്പം. തുടങ്ങുന്നതിന് മുമ്പ് പൊട്ടൂന്ന് അങ്ങോട്ട് പറഞ്ഞോ. അങ്ങനെയല്ല, അവൻ ഈ തുടക്കത്തിൽ കാണിക്കുന്ന ഇതൊക്കെ ഉള്ളു, പിന്നീട് അങ്ങ് ഒരു ശ്രദ്ധയും കാണൂല. പിന്നെ ഇതങ്ങനെ നല്ലത് ക്ലീറ്റോ ശരിക്കും തുടങ്ങിയതാ. ആ, നീയുമായിട്ട് പറഞ്ഞു നിർത്തിക്കാതിരുന്നാ മതി. ഓ ഞാൻ പറയുമ്പോൾ നിന്ന് പോയല്ലേ. ആ, നീ പോണ്ടോ? ടിക്കറ്റ് എടുക്കാൻ പോണ്ടോ? ആ അളിയൻ തുടങ്ങിയല്ലേ, അപ്പൊ ഒന്ന് പോയി നോക്കാം. ആ ഏരിയയൊക്കെ ഒന്ന് കാണാമല്ലോ. എന്നാ പിന്നെ ഞാനും വരാം. ഞാനും വരുന്നുണ്ട്. ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്കല്ലേ പോണത്? ആ, നീ ഓഫീസിലോട്ട് പോക്കോടുന്നു, ഞാൻ തിരിച്ചും കൂടെ വന്നോളൂ ഉച്ചയാകുമ്പോ. പിന്നെ എന്നെ കൊണ്ട് ഇങ്ങോട്ട് വിട്ടിട്ട് പോകാൻ പറയരുത്. ഇല്ല, അവിടെ തിരക്കാണെങ്കിൽ ഞാൻ സഹായിക്കാലോ ക്ലീറ്റാണ്. അതല്ല കാര്യം. എന്ത് പൈസ കൊണ്ടുവരുന്നുണ്ടാ? ആ, ഇന്നലെ ഞാൻ ചിട്ടി പൈസ അടയ്ക്കാൻ വേണ്ടിട്ട് 500 രൂപ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ചോദിച്ചൊന്നുമില്ല. അപ്പൊ അരിക്കലത്തിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അതാ പറഞ്ഞേ. സാധാരണ അരിക്കലത്തിൽ കൈയിടാൻ മാത്രമേ ക്ലീറ്റ് അതിനകത്തോട്ട് കൈ എടുക്കാറുള്ളൂ. ഇടാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. പൈസ കിട്ടുന്നുണ്ടെന്ന്. ഇന്നലെ കുറെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. നീ പറയാ തന്നെ. ഒക്കെ ഞാൻ പറയോ, എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ട് നടന്നിട്ടില്ലല്ലോ ഇതുവരെ. ചിലപ്പോ ഇങ്ങനെ മനുഷ്യന്റെ എപ്പോഴാണ് ഈ പറഞ്ഞ മനുഷ്യന്റെ മനസ്സ് മാറുന്നത് പറയാൻ പറ്റില്ല. ഭാഗ്യം ചിലപ്പോ അതുവഴി ആയിരിക്കും വരുന്നെങ്കിലോ. അതെ, അതുകൊണ്ട് ആ തിരുവാകൊണ്ട് ഇനി ഭാഗ്യം അവിടെ വെച്ച് മുറിക്കരുത്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ചായ പിടിച്ചിട്ട് എഴുന്നേറ്റ് റെഡിയാവും. ഞാനും റെഡിയാവാം കേട്ടാ. വിളിക്കണേ. ഓ ഭയങ്കര കച്ചവടം നിന്റെ ക്ലിച്ചപ്പിന്റെ കടയില്. ഓ വെളിയിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. വെളിയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് നമ്മുടെ ഈ ജംഗ്ഷനിൽ മാത്രമല്ല, വെളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവന്റെ കടയിൽ മേടിക്കുന്നത്. പിന്നെ എന്റെ ക്ലീറ്റ് ഉള്ളിടത്ത് ഭാഗ്യല്ലേ. പിന്നെ നിനക്കെന്താണ് ഈ ഭാഗ്യം വരാത്തത്? പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്ന എന്തൊരു സന്തോഷം. മനുഷ്യനെ ഓരോരുത്തരും ഒരു നിമിഷം മതി ഒരു മനസ്സൊന്ന് മാറാനായിട്ട്. ഭാഗ്യം അങ്ങനെയാണ്, വരുന്ന നമ്മൾ അറിയേയില്ല. ഇതാരാ? ഇതിവിടെ പുതിയ സ്റ്റാഫ് അപ്പോയിന്റ് ചെയ്ത് ഇതെന്റെ ഭാര്യ. പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തതാ. ആരോടും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് തിരക്ക് വന്നപ്പോഴേ ആരോടും പറയാൻ പറ്റിയില്ല. ഇവിടെ അടുത്തുള്ള കുട്ടിയാ, സ്റ്റാഫാ, ഭാഗ്യലക്ഷ്മി. Alien versus Alien.